നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടുകളയുക. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, ജനറൽലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങളിത് എപ്പം മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങും. അപ്പം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കുക. നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. പ്ലീസ് നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. വളരെ സമാധാനപരമായിട്ടും ഇരുന്ന് പോസിറ്റീവോട് കൂടി ഇരിക്കുക. ഓക്കെ, പ്ലീസ് 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 ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഹെൽപ്പ് മീ യൂണിവേഴ്സ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. 7 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ദ എംബറസ് കാർഡ് വന്നിട്ടുണ്ട്. ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. 2 കാർഡ് ഒരുമിച്ച് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ദ മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. ദ എംബറർ കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു സ്പ്രെഡായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ഇതാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്ന അവരുടെ മനസ്സിൽ മുഴുവൻ ഒരു കുടുംബവുമായിട്ടുള്ളൊരു സഫലീകരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഒരു സഫലീകരണം, അതൊക്കെയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നത്. അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സ് മുഴുവൻ അത് തന്നെയാണ് എന്ന് തന്നെയാണ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഒരു സഫലീകരണം, അതിൻ്റെ ഒരു കാർഡാണ്. അതാണ് അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജി കൂടെയാണ് അവർ പോകുന്നത്. പക്ഷേ 5 ഓഫ് വാൺസ് പറയുന്നത് പ്രശ്നങ്ങളിൽ കൂടെയാണ്. അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതല്ല ഇപ്പം നടക്കുന്നത്. പ്രശ്നങ്ങളാണ്. എവിടെ ചെന്ന് തൊട്ടാലും അവിടെ വലിയ പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. ഒരു 8 ഓഫ് കപ്സ് പറയുന്നതും എന്തൊക്കെ ഉണ്ടെന്നിരുന്നാലും അവർക്കതിൽ നിന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് ഉള്ള ആഗ്രഹം, അതിൽ നിന്ന് എങ്ങനെ മറികടക്കാം, അതിൽ നിന്ന് കരകയറാം എന്നാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാമെന്നാണ്. ഈ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത്, ഇതിൽ നിന്ന് അതിജീവിച്ച് ഈ പ്രശ്നങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, പ്രശ്നം മറികടന്ന് പോകാനാണ്, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നും. പക്ഷേ ഓവർലോഡായിട്ടുള്ള ഭാരമാണ് അവരെടുത്ത് തലയിൽ വെച്ചേക്കുന്നത്. അതികഠിനമായിട്ടുള്ള ഹാർഡ് വർക്കാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു മാനസിക സംഘർഷവും മെൻ്റൽ ഡിപ്രഷനും ഒക്കെ ഉള്ളിലുണ്ട്. എന്നിട്ട് അവർ ഓവർലോഡ്, അവരെ കൊണ്ട് താങ്ങാനാവുന്നതിലപ്പുറം ഓവർലോഡ് ഭാരമാണ് അവർ തലയിൽ കയറ്റി വെച്ചേക്കുന്നത്. ആ ഒരു ഇതിലും ഇത് എംബറസ് കാർഡ് പറയുന്നത് അവർക്ക് നിങ്ങളാണ് അവരുടെ മനസ്സിൽ, അവരുടെ മനസ്സിലൊരു വലിയ സ്ഥാനമാണ് നിങ്ങൾക്ക് കൽപ്പിച്ച് വെച്ചേക്കുന്നത്. അവർ ഒരു മാതൃത്വത്തിൻ്റെയും കൂടെ കാർഡാണ് ഇത് എംബറസ് കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എന്നാണ് കാണുന്നത്. അതൊരു പിടിച്ചടക്കി വെച്ചേക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൊത്തത്തിൽ പിടിച്ചടക്കി വെച്ചേക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം കൊണ്ട് തന്നെ അവർ മെൻ്റലി ഡിപ്രഷനാണ്. ദ മൂൺ കാർഡ് പറയുന്നത് ഡിപ്രഷനായിട്ടുള്ള ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും അവരുടെ നിങ്ങളോടുള്ള ഒരു സ്നേഹം അവരുടെ നെഞ്ചിനകത്ത് അവർ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. പുറമേ കാണിക്കാതെ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണെന്നാണ് 4 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്. കണ്ടില്ലേ, 2 പെൻറ്റിക്കിൾസ് ചവിട്ടി, ഒരു പെൻറ്റിക്കിൾസ് നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങളോടുള്ള സ്നേഹം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും
ഒക്കെയാണ് അതിനൊരു റീസൺ എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങളും 4 ചുറ്റിനുമുള്ള പ്രശ്നങ്ങളിൽ കൂടെയും അതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകാനും കൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അവരതൊന്നും പുറമേ കാണിക്കുന്നില്ല. എല്ലാം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. അതിൽ നിന്ന് ഈ ഒരു ഓവർലോഡ് വർക്കും വിഷമവും എല്ലാത്തിൽ നിന്നും അവർ ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നാണ് അവരുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു ആഗ്രഹം. ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റലി സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു സമയവും കൂടിയാണ്. നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുകയാണ് നിങ്ങളെ. അത് പുറമേ കാണിക്കുന്നില്ല എന്നാൽ തന്നെയാണ് ഇതിനകത്ത് ഈ 4 ഓഫ് പെൻറ്റിക്കിൾസിൽ ഉള്ളത്. അപ്പം ഒരു മജീഷ്യൻ കാർഡ്, ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ഈ ഒരു പ്രശ്നങ്ങൾ എങ്ങനെയും അവർ അതിജീവിച്ച് വരും. ഒരത്ഭുതം പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള അത്രയും വിൽ പവർ ഉള്ളവരാണ് അവർ. ഇത് എംപറർ കാർഡും അത് തന്നെയാണ് പറയുന്നത്. ഇവർ ആരുടെയും മുമ്പിൽ തല കുനിച്ച് കൊടുക്കുകയില്ല. ഇങ്ങനൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്നെന്ന് അവരെ കണ്ടാൽ ആരും പറയുകയുമില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവർ. മെൻ്റലി അവർ നല്ലൊരു സമൂഹത്തിലൊക്കെ നല്ലൊരു ഇമേജ് ഉള്ള ഒരു ആളാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഇത് എംപറർ കാർഡ് അങ്ങനെയാണ് പറയുന്നത്. വലിയൊരു അത്ഭുതം അവർക്ക് സംഭവിക്കുകയും ചെയ്യും. അവരത് പ്രവർത്തിപ്പിക്കും. അതിന് കഴിവുള്ളവരാണ്. അതിനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണെന്നാണ് ഈ ഒരു മജീഷ്യൻ കാർഡും ദ എംപറർ കാർഡും പറയുന്നത്. അപ്പം അവർ അത്രയ്ക്കൊരു സമൂഹത്തിലായാലും അവരുടെ ഇമേജിന് കോട്ടം തട്ടാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ ഒരു ഇമേജ് ഉള്ള ആളാണ്. അത്രയ്ക്കൊരു ഈഗോയിസ്റ്റും കൂടെ ഞാനെന്നൊരു ഭാവമുണ്ട്. ആരുടെയും മുമ്പിൽ അങ്ങനെ തല കുനിച്ച് കൊടുക്കുകയില്ല. പക്ഷേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആർക്കും അങ്ങനെ വായിച്ചെടുക്കാനും പറ്റില്ല എന്ന് തന്നെയാണ് ഇത് എംപറർ കാർഡ് പറയുന്നത്. അവർ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ അവർ നേടിയെടുത്തിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിട്ടാണ് അവർ ഇരിക്കുന്നത്. ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന ക്യൂൻ ഓഫ് വാൻസ് ആണ്. അവരതിനുള്ള പ്ലാനാണ്. അവർ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അവരത് വിചാരിച്ചിടം കൊണ്ടേ അവർ വരുത്തുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം മൊത്തത്തിൽ ഓവറോൾ മോശമായിട്ടാണ് കാണുന്നത്. ഒരു സ്നേഹം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. പുറമേ അവർ കാണിക്കുന്നില്ല. പുറമേ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാകും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസ് കാർഡും കൂടെ ഒന്ന് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ആ ഒരു കാര്യത്തിൽ ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം. പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഹെൽപ്പ് മീ. ഒരു കോംപ്രമൈസാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു കോംപ്രമൈസിൽ പോകാനായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. യെസ് എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കോംപ്രമൈസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോവും എന്നാണ്. നമുക്കൊരു കാർഡും കൂടെ നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഏഞ്ചൽസ് അതാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും കൂടെ തമ്മിൽ കോംപ്രമൈസായി പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, മുന്നോട്ട് നല്ലൊരു ഭാവിയുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്, നിങ്ങൾക്കുള്ള മറുപടിയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോംപ്രമൈസിൽ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ തന്നെയാണ്. കോംപ്രമൈസ് എന്ന് വന്നിട്ട് യെസ് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും കോംപ്രമൈസിൽ പോവുക. കോംപ്രമൈസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് ഏഞ്ചൽസിൻ്റെ നിങ്ങൾക്കായിട്ടുള്ള മറുപടി. ഓക്കെ, താങ്ക് യു.